ലിബിനാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫാമിലെ പശുക്കൾക്ക് സാധാരണ കണ്ടുവരുന്ന അസുഖങ്ങളും അവയ്ക്ക് നമ്മൾ ചെയ്യുന്ന ചികിത്സാ രീതികളെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോയാണ് ഇവിടെ ചെയ്യുന്നത്. ഞങ്ങളിവിടെ ഫാം തുടങ്ങിയപ്പോൾ ഫസ്റ്റായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തൈലേറിയ, അന്നപ്ലാസ്മ അതൊക്കെ കണ്ടു. അപ്പോൾ ഇംഗ്ലീഷ് മരുന്നാണ് നമ്മൾ ആദ്യം ചെയ്തത്. നമുക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവുകളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ചെയ്തിട്ടും കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവരുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടിയത്. അപ്പോൾ അങ്ങനെ പലരിൽ നിന്നുള്ള അറിവുകളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഹോമിയോനെ കുറിച്ചിട്ട് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൽ കുറേ പ്രതിരോധ മരുന്നുകൾ, തൈലേറിയ, അന്നപ്ലാസ്മയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോമിയോൻ്റെ തന്നെ ചൈന 12C എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നുണ്ട്. അത് നമ്മൾ രോഗം വരുന്നതിന് മുന്നാണെങ്കിൽ ഒരു 5 ഗ്രാം വീതം 2 നേരം കൊടുത്താൽ മതി. രോഗം വന്നതിന് ശേഷമാണെങ്കിൽ അത് 10 ദിവസം കൊടുക്കേണ്ടി വരും. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് വിളിച്ച് ചോദിക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും. അപ്പോൾ അവർ പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പശുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ അസുഖങ്ങളൊന്നും വരാതെ നമ്മുടെ പശുക്കളെ രക്ഷിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പ്രസവത്തോടനുബന്ധിച്ച് പശുക്കൾക്ക് ഭക്ഷണം എടുക്കായിക ഉണ്ടാവും, അതുപോലെ തന്നെ തൈലേറിയയുടെ പ്രശ്നങ്ങളുണ്ടാവും, ബ്ലഡിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ചൈന 12C കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ഷീണം മാറിക്കിട്ടി നല്ലൊരു സുഖപ്രസവം അവർക്ക് കിട്ടാനായിട്ട് നല്ലതാണ്. ഇനി സുഖപ്രസവത്തിനും ഹോമിയോയിൽ മരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ തരും. അത് നല്ലതാണെന്നാണ് ഇത് ഉപയോഗിച്ചവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യൂർവേറ്റ് 1 അത് പശുക്കളുടെ രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ ദഹന പ്രക്രിയ നല്ല രീതിയിലാവുന്നതിനും പശുക്കളുടെ പാലുൽപാദനത്തിനും ഒക്കെ ആയിട്ട് നമ്മൾ പശുക്കളുടെ തീറ്റയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 ഗ്രാം വീതം ഡെയിലി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി പശുക്കൾക്ക് അസുഖങ്ങളൊക്കെ വരാതെ നമുക്ക് നോക്കാം. ക്യൂർവേറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാൽസ്യമോ മറ്റ് ലിവർ ടോണിക്കുകളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ പശുക്കൾക്ക് നല്ല ആരോഗ്യം കിട്ടും. അകിട് വീക്കം വന്നോ അല്ലെങ്കിൽ തൈലേറിയ വന്നോ മറ്റ് അസുഖങ്ങൾ കൊണ്ടൊക്കെ പശുക്കൾക്ക് പാലില്ലാതെ വന്നോ പാലൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടാനായിട്ട് നമ്മൾ ഈ ഹോമിയോയിൽ തന്നെ ക്യൂർവേറ്റ് 2 എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അതും ഇതുപോലെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കൾക്ക് പാല് നന്നായി കിട്ടാനൊക്കെ സഹായിക്കും. ക്യൂർവേറ്റ് 3 അകിട് വീക്കത്തിനുള്ള മരുന്നാണ്. അപ്പോൾ അകിട് വീക്കം വരാതിരിക്കാനായിട്ട് നമ്മൾ മാസത്തിൽ ഇത് 2 പ്രാവശ്യം കൊടുത്താൽ മതി. അപ്പോൾ അകിട് വീക്കം വന്നു കഴിഞ്ഞാൽ തന്നെ 5 ഗ്രാം വീതം നമ്മൾ ഒരു 3-5 ദിവസത്തിനുള്ളിൽ ഇത് മാറിക്കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫാമിൽ ഇത് വളരെ ഉപയോഗപ്രദമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ അകിട് വീക്കം എന്നുള്ളൊരു ഇത് ഉണ്ടാവാറില്ല ഇപ്പോൾ ഈ മരുന്ന് കൊടുക്കുന്ന കാരണം. പിന്നെ ഇംഗ്ലീഷ് മരുന്നൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരാഴ്ചയ്ക്കൊന്നും പാലെടുക്കാൻ പറ്റില്ലല്ലോ. ഇതാവുമ്പോൾ നമുക്ക് പശുക്കൾക്ക് കുഴപ്പമില്ല, നമുക്ക് പാല് ഉപയോഗിക്കുകയും ചെയ്യാം, അസുഖം പെട്ടെന്ന് മാറും ചെയ്യും. നല്ല ഫലവത്തായിട്ടുള്ളൊരു മരുന്നാണ് ക്യൂർവേറ്റ് 3. അകിട് വീക്കം തന്നെ പല തരത്തിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ഓരോന്നിനും, ഇപ്പോൾ കോമൺ ആയിട്ടുള്ളതാണ് ക്യൂർവേറ്റ് 3 നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ അതുകൊണ്ട് വേറെ ഇതൊന്നും വരാറില്ല. ഇനി വേറൊരു തരത്തിലുള്ള അകിട് വീക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അതിനുള്ള മരുന്നുകൾ അപ്പോൾ നമുക്ക് പറഞ്ഞു തരും. ക്യൂർവേറ്റ് 4 അത് കുളമ്പ് രോഗത്തിന് വേണ്ടിയുള്ള മരുന്നാണ്. അത് രോഗപ്രതിരോധത്തിനും രോഗശമനത്തിനും അത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഹോമിയോ മരുന്ന് കൊടുക്കുമ്പോൾ പശുക്കൾക്ക് കുഴപ്പമില്ല, അതുപോലെ സാമ്പത്തികമായിട്ട് നമുക്കും ലാഭകരമാണ്. അധികം മരുന്നൊന്നും നമുക്ക് വാങ്ങി കൊടുക്കേണ്ട വരില്ല, ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ പശുക്കൾക്ക് പാല് നിലനിർത്തിക്കൊണ്ട് പോകാം, പാലിൻ്റെ അളവിൽ കുറവ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നമ്മുടെ ഫാമിൽ ഹോമിയോ മരുന്നാണ് കണ്ടിന്യൂ ചെയ്തു പോരുന്നത്. ചർമ്മമുഴയ്ക്ക് നമ്മൾ റൂസ്റ്റോക്സ് 12C എന്ന് പറഞ്ഞിട്ട് ഹോമിയോ മരുന്നാണ് ഇതിൽ കൊടുക്കാറുള്ളത്. പ്രതിരോധത്തിനാണെങ്കിൽ നമ്മൾ 5 ഗ്രാം 2 നേരം വെച്ചിട്ട് ഒരു 3-5 ദിവസം വരെ കൊടുക്കുക. പിന്നെ രോഗശമനത്തിന് 5 ഗ്രാം 2 നേരം നമ്മൾ 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പശുക്കളുടെ വയറിളക്കത്തിനും ഈ ഹോമിയോയിൽ മരുന്നുണ്ട്. മെർക്സോൾ 12C എന്നാണ് മരുന്നിൻ്റെ പേര്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാലും പാലിന് കുറവൊന്നും വരില്ല, പെട്ടെന്ന് അസുഖം മാറുന്നുണ്ട്. നമ്മളിങ്ങനെ പശുക്കൾക്ക് വയറിളക്കമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരുന്നാണ് കൊടുക്കാറ്. ഈ ഹോമിയോയുടെ ക്ലിനിക്ക് ആലുവയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം വാങ്ങണ മരുന്നുകളൊക്കെ നമുക്ക് കൊറിയറായിട്ടാണ് അവർ അയച്ചു തരാറുള്ളത്. പിന്നെ നമുക്ക് വേറെ അസുഖങ്ങൾക്ക് വേണ്ട മരുന്നുകളുടെ ഇത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ കൊറിയറായിട്ട് അയച്ചു തരാറുണ്ട്.
ഇപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്ത് പശുവിനെ കണ്ട് മരുന്ന് തരേണ്ടതാണെങ്കിൽ ഡോക്ടർ വീഡിയോ കോൾ വഴി വന്ന് ആ പശുക്കൾക്ക് വേണ്ട മരുന്നുകൾ നിർദ്ദേശിക്കാറുണ്ട്. ക്യൂർ വെയ്റ്റ് 1ഉം അതുപോലെ തന്നെ 3യും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ തൊഴുത്തിൽ പരമാവധി പശുക്കൾക്ക് അസുഖങ്ങൾ കുറവായിരിക്കും. അത് നമ്മൾ മുൻകൂർ കൊടുത്താൽ മതി രോഗപ്രതിരോധ ശക്തിക്കുള്ളത്. തുടക്കം തുടങ്ങി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ പരമാവധി ഒഴിവാക്കാം. പിന്നെ പ്രസവ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ചൈനയുടെ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ തൈലേറിയയുടെ പ്രശ്നം, ഭക്ഷണം എടുക്കാത്ത പ്രശ്നം, അതൊക്കെ മാറിക്കിട്ടും. പശുക്കൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പ്രസവവും നടക്കും. നമുക്കും ബുദ്ധിമുട്ട് കുറവാണ്. നമ്മൾ പശുക്കളെ വളർത്തുമ്പോൾ വളരെ ചിലവ് കൂടുതലാണെന്നാണ് പറയാറ്. അപ്പോൾ ഈ ചിലവ് കൂടുതലിൻ്റെ ഇതിൽ നമുക്ക് മരുന്നുകളുടെയെങ്കിലും നമുക്ക് ലാഭിക്കാൻ പറ്റണത് ഇങ്ങനെയുള്ള ഹോമിയോ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ഹോമിയോ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ പശുക്കൾക്ക് നല്ല ആരോഗ്യം കിട്ടും. നമുക്കധികം കഷ്ടപ്പാട് വരില്ല. ഈ അസുഖങ്ങൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാശയാണ് നമുക്ക് ഫലം. പശുക്കൾക്ക് വല്ല അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല. പശുക്കൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ജോലിയോട് തന്നെ ഒരു അതൃപ്തി വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം തന്നെയാണ് ഈ ഹോമിയോ മരുന്ന്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട സമയങ്ങളിൽ രോഗപ്രതിരോധത്തിൽ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം വരാതെ നമുക്ക് മുന്നോട്ട് പോവാം. രോഗം വന്ന് ചികിത്സിക്കുന്നതിൽ നല്ലത് നമ്മൾ രോഗം വരാതെ നോക്കുന്നതല്ലേ. അപ്പോൾ മുന്നേ തന്നെ നമ്മൾ രോഗപ്രതിരോധത്തിനുള്ള മരുന്നുകൾ സൂക്ഷിക്കുക. നമ്മുടെ ഫാമുകൾ നടത്തുന്നവർ ഈ മരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞങ്ങൾക്ക് ഈ ഹോമിയോ മരുന്ന് കൊടുത്തു തുടങ്ങിയ പിന്നെ ഡോക്ടറെ വിളിക്കേണ്ട വന്നിട്ടില്ല ഫാമിലേക്ക്. പിന്നെ അതുപോലെ തന്നെ വലിയ ഇനത്തിലുള്ള അസുഖങ്ങളും പശുക്കൾക്ക് വന്നിട്ടില്ല. നമ്മളുടെ ഈ ഫാം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ ഹോമിയോ മരുന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നല്ലതാണ് ഈ മരുന്ന്. അത് മറ്റുള്ളവരും ഉപയോഗപ്രദമാണെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ ഫാമിൽ അകിട് വീക്കം ഈ ക്യൂർ വെയ്റ്റ് 3 ഇപ്പോൾ കൊടുക്കണ കാരണം അങ്ങനെ വരാറില്ല. ഇനിയിപ്പോൾ വല്ല ഭക്ഷണത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഇതിൽ നിന്ന് ഇൻഫെക്ഷൻ വന്ന് അവർക്ക് അങ്ങനെ വരാണെങ്കിൽ പെട്ടെന്ന് നമ്മളിത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊടുക്കുമ്പോഴേക്കും അകിട് വീക്കം പൂർണ്ണമായിട്ടും മാറിപ്പോവും. ക്യൂർ വെയ്റ്റ് 1 നമ്മളിപ്പോൾ പശുക്കൾക്ക് ഡെയിലി കൊടുക്കുന്നത് കാരണം ഹോമിയോൻ്റെ മറ്റ് അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഏൽക്കും. അപ്പോൾ അത് 1-2 ദിവസം കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് ഇവരുടെ ദിനചര്യയായിട്ട് നമ്മൾ ഈ ക്യൂർ വെയ്റ്റ് 1 കൊണ്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ പരമാവധി വരാതെ നമുക്ക് നോക്കാം. ക്യൂർ വെയ്റ്റ് 1 നമ്മൾ ഇപ്പോൾ പശുക്കളുടെ തീറ്റ എടുത്ത് ഉച്ചയ്ക്കാണ് കൊടുക്കാറ്. അപ്പോൾ പശുക്കളുടെ തീറ്റ എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. അപ്പോൾ 2 ഗ്രാം വീതം നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അത് ഡെയിലി ഉച്ചരിഞ്ഞ് കൊടുക്കും. ക്യൂർ വെയ്റ്റ് 1 കൊടുക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ പാലുള്ള പശുക്കൾക്ക് മിനറൽ മിക്സറും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ക്യൂർ വെയ്റ്റ് 1 കൊടുക്കുമ്പോൾ നമ്മുടെ പശുക്കളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. അതുപോലെ തന്നെ പശുവിൻ്റെ പാലിൻ്റെ അളവ് വർദ്ധിക്കും. ഫാറ്റിൻ്റെ ഇതിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ പശുക്കളുടെ പാലിൻ്റെ ഉൽപ്പാദനം നല്ല രീതിയിലാകാനായിട്ട് ക്യൂർ വെയ്റ്റ് 1 വളരെയധികം സഹായകരമാണ്. പിന്നെ ഈ പശുക്കൾക്ക് വിശപ്പ് കൂടുമ്പോൾ നന്നായിട്ട് ആർത്തിയോട് കൂടി തന്നെ ഈ കൊടുക്കുന്ന തീറ്റയൊക്കെ തിന്നോളും. അപ്പോൾ നമ്മൾ തീറ്റ ഇത്തിരി മുട്ടി നിൽക്കുകയാണെങ്കിൽ പശുക്കൾക്ക് ഇത് മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഭക്ഷണം എടുക്കാനായിട്ട് അവർ ബുദ്ധിമുട്ട് പിന്നെ കാണിക്കാറില്ല. ഹോമിയോയുമായി ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മുടെ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ ഒരു കൊറിയറിൽ നമുക്ക് അയച്ചു തരും.
അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഇത് ഉപയോഗപ്രദമാകണമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് ക്ഷീരകർഷകർക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ഷെയർ ചെയ്ത് മറ്റുള്ള കർഷകരിലേക്കും എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.